SCV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കേരളത്തിലെ നാഷണൽ ഹൈവേയിലെ വേഗപരിധി 90 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്ററായി ഉയർത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ഇതിനായി ഉത്തരവിറക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ പുതിയ ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും ഗണേഷ് കുമാർ. നഗരകാഴ്ചകളും ആകാശവും കണ്ടാസ്വദിച്ച് ഇനി തൃശൂർ സുവോളജിക്കൽ പാർക്കിലെത്താം. പാർക്കിലേക്കുള്ള ഡബിൾ ഡക്കർ ബസിന്റെ ഫ്ലാഗ് ഓഫ് മന്ത്രിമാരായ K രാജനും KB ഗണേഷ് കുമാറും നിർവഹിച്ചു. ജന്തുശാസ്ത്രത്തിൽ ഗവേഷണം നടത്താനുതകുന്ന പഠന കേന്ദ്രം കൂടിയായി സുവോളജിക്കൽ പാർക്ക് മാറണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. സുവോളജിക്കൽ പാർക്കിൽ മൃഗങ്ങളുടെ എണ്ണത്തിനല്ല പ്രാധാന്യം, ഇത് അസാമാന്യമായ ഒരു പ്രകൃതി പഠനശാലയാണെന്ന് മന്ത്രി K രാജൻ. രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമേകാൻ നെയ്യാറ്റൻകര സ്വദേശി SS ഷിനു ദീർഘദൂര ഓട്ടത്തിനായി വീണ്ടും ബൂട്ടണിഞ്ഞു. കോഴിക്കോട് വഴി തിരുവനന്തപുരത്തെ സമാപിക്കുന്ന ഓട്ടം ആരംഭിച്ചത് പാലക്കാട്ട് നിന്ന്. ഓട്ടത്തിനിടയിൽ കിട്ടുന്ന സംഭാവനകൾ ചികിത്സാ സഹായമായി നൽകും. ഇതിനു മുൻപ് 15 തവണകളായി ഓടിയതിലൂടെ ലഭിച്ച 5.5 കോടി 340 രോഗികൾക്ക് സ്വാതന്ത്ര്യമേകാനായി. തിളക്കമാർന്ന നേട്ടത്തിൽ ഷൊർണൂർ സ്വദേശിനിയും. സിവിൽ സർവീസ് പരീക്ഷയിൽ 376 റാങ്ക് നേടിയ കാരമണ്ണ വീട്ടിൽ ഡോക്ടർ KR ലക്ഷ്മി നാടിൻ്റെ അഭിമാനമായി. അടുത്ത ലക്ഷ്യം IAS. റാങ്ക് ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ഡോക്ടർ KR ലക്ഷ്മി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്തെ നാഷണൽ ഹൈവേയിലെ വേഗപരിധി 90 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്ററായി ഉയർത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഇതിനായി ഉത്തരവിറക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പുതിയ ടെർമിനലിൻ്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ KSRTC ബസ് ടെർമിനലിൻ്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കും. എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസ് മുറികളും വിശ്രമ മുറികളും അടക്കം നിരവധി സൗകര്യങ്ങൾ പുതുതായി നിർമ്മിക്കുന്ന ബസ് ടെർമിനലുണ്ടാവും. ഇന്ത്യയിൽ പ്രവർത്തന ലാഭത്തിൽ ഓടുന്ന ഒരേയൊരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സംവിധാനമാണ് KSRTC എന്ന് തുടർന്ന് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു. ഈ മന്ത്രിസഭയുടെ കാലയളവിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ കേരളത്തിൽ 9ഓളം ബസ് സ്റ്റേഷനുകൾ പൊളിച്ച് പുതുക്കിപ്പണിയുന്ന നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ വന്ന് മാധ്യമങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ഞാൻ ഉറപ്പ് നൽകിയതിൻ്റെ കൃത്യമായ ഡേറ്റിൽ KSRTC കെട്ടിടം പൊളിച്ചു മാറ്റി. ഇപ്പോൾ മണ്ണ് പരിശോധന നടക്കുകയാണ്. ഇതിൻ്റെ മറ്റ് പണികൾ ഉടൻ തന്നെ ആരംഭിക്കും. വളരെ വേഗത്തിൽ ഒരു നല്ല കോൺട്രാക്ടർ വരികയാണെങ്കിൽ 7-8 മാസം കൊണ്ട് ഈ ബസ് സ്റ്റേഷൻ്റെ പണി പൂർത്തിയാക്കാൻ കഴിയും. ഇതിൻ്റെ നല്ലൊരു ഭാഗം വരുന്നത് സ്റ്റീൽ സ്ട്രക്ചറാണ്. അപ്പോൾ ആ സ്ട്രക്ചർ ചെയ്തു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് സമയമെടുക്കില്ല. വേറെ സ്ഥലങ്ങളിൽ നിന്ന് അത് മോൾഡ് ചെയ്ത് കൊണ്ടുവന്ന് പിടിപ്പിക്കൽ മാത്രമാണ്. മാത്രമല്ല ഇതിനകത്ത് AC ഓഫീസ് ഉണ്ടാവും, എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ മുറികൾ, ജീവനക്കാർക്ക് കിടക്കാനുള്ള ഭാഗവും എയർ കണ്ടീഷൻ. കേരളത്തിൽ നിർമ്മിക്കുന്ന എല്ലാ ബസ് സ്റ്റേഷൻ്റെയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് ഇരിക്കുന്ന ഓഫീസിലെ സ്റ്റാഫ് ജോലി ചെയ്യുന്ന സ്ഥലം എയർ കണ്ടീഷൻ ആക്കുക. പുതിയ ഡിസൈൻ എല്ലാം അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ദീർഘദൂര യാത്രകൾ കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുന്ന ഡ്രൈവറും കണ്ടക്ടർമാർക്കും വനിതകൾക്കും പുരുഷന്മാർക്കും വേറെ എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമമുറി പാലക്കാടുള്ളതുപോലെ ഇവിടെയും വരും. പാലക്കാട് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി K രാജനും നിർവഹിച്ചു. തൃശൂർ നഗരം കേന്ദ്രീകരിച്ചും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കേന്ദ്രീകരിച്ചും വിനോദയാത്രയ്ക്ക് വേണ്ടി തൃശൂർ യൂണിറ്റിന് അനുവദിച്ച KSRTC ബസിന്റെ ഫ്ലാഗ് ഓഫ് മന്ത്രി R ബിന്ദു നിർവഹിച്ചു. P ബാലേന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. ബസ് ടെർമിനൽ നിർമ്മാണത്തിനായി P ബാലേന്ദ്രൻ MLAയുടെ മണ്ഡല വികസന ഫണ്ടിൽ നിന്ന് 7 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.5 കോടി രൂപ ചെലവഴിച്ചാണ് അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോങ്ങാട് MLA K ശാന്തകുമാരി ഡിജിറ്റൽ അറസ്റ്റിൽ. തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമം നടത്തിയത് 2 മണിക്കൂർ നേരം. പോലീസ് വേഷത്തിൽ എത്തി വിശ്വസിച്ചാണ് ശ്രമം നടത്തിയത്. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും MLA പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം പണം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് MLA പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയാണ് MLAയുടെ നമ്പറിലേക്ക് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ നിന്നാണെന്നും നിങ്ങളുടെ ഒരു ഡോക്യുമെൻ്റ് മുംബൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് ഫോൺ വന്നത്. പഹൽഗാം ആക്രമണത്തിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ പരിശോധിച്ചപ്പോൾ അയാളിൽ നിന്നുമാണ് നിങ്ങളുടെ നമ്പർ ലഭിച്ചതെന്നുമാണ് ഫോണിൽ സംസാരിച്ചത്. തുടർന്ന് അല്പം നേരം കഴിഞ്ഞതും തിരുവനന്തപുരം സൈബർ സെൽ ആസ്ഥാനത്തിൽ നിന്നും SI സുരേഷ് കുമാറാണ് എന്ന പേരിൽ മറ്റൊരു ഫോണും വന്നു. നിങ്ങളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് K ശാന്തകുമാരിയുടെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. തുടർന്ന് ഫോൺ കട്ട് ചെയ്ത് തട്ടിപ്പുകാർ അല്പനേരം കഴിഞ്ഞ് വാട്സപ്പിൽ വീഡിയോ കോളിലൂടെ പോലീസ് വേഷത്തിൽ എത്തി MLA വിശ്വസിപ്പിക്കാൻ ശ്രമം നടത്തി. പിന്നീട് ഒഴിഞ്ഞ സ്ഥലത്ത് മാറി ഇരിക്കാനും
ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടി നൽകാനും ആവശ്യപ്പെടുകയായിരുന്നു. പിന്നീട് ആധാർ കാർഡ് നമ്പർ ഉൾപ്പെടെ ചോദിക്കുകയും ശാന്തകുമാരി MLA അത് നൽകുകയും ചെയ്തു. തട്ടിപ്പാണെന്ന് സംശയം തോന്നിയതോടെ MLAയുടെ ഡ്രൈവർ കുഴൽമന്ദം പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. മുംബൈയിലെ കനറ ബാങ്കിൽ തീവ്രവാദ ആവശ്യങ്ങൾക്ക് തുക മാറ്റുന്നതിനുള്ള അക്കൗണ്ടാണ് ഇതെന്നും പറഞ്ഞതോടെയാണ് MLA ഫോൺ കട്ടാക്കിയത്. പിന്നീട് പലതവണ ഫോൺ വന്നെങ്കിലും എടുത്തില്ലെന്നും ശാന്തകുമാരി പറഞ്ഞു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്കും സൈബർ സെല്ലിനും പരാതി നൽകിയിട്ടുണ്ട്. പണം ഒന്നും നഷ്ടപ്പെട്ടില്ലെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് ഇനി KSRTC ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യാം. നഗരകാഴ്ചകളും ആകാശവും കണ്ട് ആസ്വദിച്ച് സുവോളജിക്കൽ പാർക്കിലെത്താം. KSRTC ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഫ്ലാഗ് ഓഫ് മന്ത്രിമാരായ K. രാജനും KB ഗണേഷ് കുമാറും ചേർന്ന് നിർവഹിച്ചു. അപാരമായ സാധ്യതകളുള്ള പദ്ധതിയാണ് സുവോളജിക്കൽ പാർക്കെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ജന്തുശാസ്ത്രത്തിൽ ഗവേഷണം നടത്താനുതകുന്ന പഠനകേന്ദ്രം കൂടിയായി സുവോളജിക്കൽ പാർക്ക് മാറണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തൃശ്ശൂരിൻ്റെ എല്ലാ മോഹിനിയാട്ടമുണ്ട്, തൃശ്ശൂർ പൂരമുണ്ട്, ചെണ്ടമേളമുണ്ട്, പഞ്ചവാദ്യം, അതുപോലെ പുലികളിയുണ്ട്, പിന്നെ നമ്മുടെ മാനുണ്ട്. നമ്മുടെ ഈ ഒരു മൃഗശാലയുമായി ബന്ധപ്പെട്ട ഒരു 2 മാനിനെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു മനോഹരമായൊരു ഇതാണ്. ഈ ഒരു ട്രിപ്പ് വളരെ നന്നായിരിക്കും, വളരെ വിജയം കൈവരിക്കും. നമ്മൾ രാവിലെ 8 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു അല്ലേ, രാവിലെ 8 മണിക്ക് പുറപ്പെട്ട് 8:30 മണി, അരമണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അകത്തെല്ലാം കണ്ടതിന് ശേഷം ആ ട്രിപ്പ് അങ്ങനെ തന്നെ തിരിച്ചങ്ങോട്ട് പോയി വെയിലാകുന്നതിന് മുമ്പേ അങ്ങ് അവിടെ എത്തും. എത്തിക്കഴിഞ്ഞാൽ വൈകിട്ട് 3 മണിക്ക് വീണ്ടും. സുവോളജിക്കൽ പാർക്കിൽ മൃഗങ്ങളുടെ എണ്ണത്തിനല്ല പ്രാധാന്യം, ഇത് അസാമാന്യമായ ഒരു പ്രകൃതി പഠനശാലയാണെന്ന് മന്ത്രി K. രാജനും പറഞ്ഞു. ഒരു കാലത്ത് നഷ്ടത്തിലായിരുന്ന KSRTC ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വഴികളിലൂടെ ഒഴുകി ഇറങ്ങി യാത്രാ ട്രിപ്പുകൾ, ടൂറിസ്റ്റ് സംവിധാനങ്ങൾ എല്ലാം കൂടിയായി ലാഭത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന്റെ ഒരു മന്ത്രിയുടെ ഇടപെടലുകളുടെ ഒരു പൊതു സ്വഭാവം കണ്ടു എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ആ അപേക്ഷ വാങ്ങി പരിശോധിച്ച് മിനിറ്റുകൾക്കകം KSRTC തന്നെ ഒരു ബസ് മേടിക്കാനുള്ള നിർദ്ദേശം വാക്കാൽ തന്നെ അപ്പൊ കൊടുത്തു. പിന്നെ ഓർഡറായി അത് കൈമാറി. ഇന്ന് ഈ ബസ് വരുമ്പോ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് 1,98,00,000 രൂപ, അങ്ങനെ പറഞ്ഞാൽ 2 കോടി രൂപ കൊടുത്താണ് KSRTC ഇങ്ങനെ ഒരു ബസ് വാങ്ങി ഈ നാടിന്റെ അഭിമാനകരമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കി നൽകിയത്. എത്ര പറഞ്ഞാലും മതിയാവാത്ത വിധത്തിലുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക് ഇടയിലുള്ളത്. തൃശ്ശൂരിൻ്റെ സവിശേഷതകളെയും സുവോളജിക്കൽ പാർക്കിനെയും അടയാളപ്പെടുത്തുന്ന ഡിസൈനാണ് ബസ്സിന് നൽകിയിരിക്കുന്നത്. തൃശ്ശൂർ പൂരവും പുലിക്കളിയും ചെണ്ടമേളവും പഞ്ചവാദ്യവും കഥകളിയും മോഹിനിയാട്ടവും മൃഗങ്ങളുമൊക്കെ ബസ് ഡിസൈൻ്റെ സവിശേഷതകളാണ്. രാവിലെ 8-നും വൈകിട്ട് 3-നും തൃശ്ശൂരിൽ നിന്നും സുവോളജിക്കൽ പാർക്കിലേക്ക് ഡബിൾ ഡെക്കർ ബസ് യാത്ര ചെയ്യാം. ബസ്സിൽ കയറി നഗരക്കാഴ്ചകൾ കണ്ട് പാർക്കിലൂടെ സഞ്ചരിച്ച് തിരികെ തൃശ്ശൂരിലുമെത്താം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. തിളക്കമാർന്ന നേട്ടത്തിൽ ഷൊർണൂർ പരുത്തിപ്പുറ സ്വദേശിനി ഡോക്ടർ KR ലക്ഷ്മിയും. സിവിൽ സർവീസ് പരീക്ഷയിൽ 376-ാം റാങ്ക് നേടിയാണ് ലക്ഷ്മി അഭിമാന നേട്ടം കൈവരിച്ചിരിക്കുന്നത്. റാങ്ക് ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ഡോക്ടർ KR ലക്ഷ്മി STV ന്യൂസിനോട് പറഞ്ഞു. തിളക്കമാർന്ന നേട്ടം ലഭിച്ചതിൻ്റെ ഏറെ സന്തോഷത്തിലാണ് 34-കാരിയായ ഡോക്ടർ KR ലക്ഷ്മി. റാങ്ക് നേടിയതോടെ കുടുംബവും ഏറെ സന്തോഷത്തിൽ. സിവിൽ സർവീസ് പരീക്ഷയിൽ 376-ാം റാങ്കാണ് ഷൊർണൂർ പരുത്തിപ്പുറ കോഴിപ്പാറ കാരമണ്ണ വീട്ടിൽ ഡോക്ടർ KR ലക്ഷ്മിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ നേട്ടത്തിൽ നാടിൻ്റെ ആകെ അഭിമാനമായി ഈ 35-കാരി. റാങ്ക് നേടിയെടുക്കാനായതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ടെന്ന് ഡോക്ടർ KR ലക്ഷ്മി STVയോട് പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കാലത്തെ ഒരു പരിശ്രമമാണ് ഇത്. ഞാൻ ഫോറൻസിക് ഓഡോntology ഗുജറാത്തിലാണ് പഠിച്ചത്, ഗാന്ധിനഗർ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തായിരുന്നു പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സൊക്കെ. അതൊക്കെയാണ് ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നത്. അന്ന് ആ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എത്തിയത്. ഓരോ സ്റ്റേജിലും ചെറിയ ചെറിയ മാർക്ക് വ്യത്യാസത്തിലാണ് പോയത്. അപ്പോഴൊക്കെ ഞാൻ അങ്ങനെ തോൽക്കില്ല എന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തി
IAS തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ IPS ആണെങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സർവീസാണ് IPSഉം IASഉം. അപ്പോൾ അതിലേക്ക് എത്തിക്കൂടാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത്. പിന്നെ ഇവിടെയൊക്കെ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവുക എന്നുള്ളതും കൂടി ഒരാഗ്രഹമാണ്. അതും സാധിക്കാൻ പറ്റി. പിന്നെ മോളുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് ഫസ്റ്റ് മെയിൻസ് എഴുതിയപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് 8.5 months പ്രഗ്നൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് മെയിൻസിന് ഞാൻ 6 months ആയിരുന്നു കുട്ടിക്ക്. അപ്പോൾ ഓരോ സ്റ്റേജിലും ഒരുപാട് ഹേർഡിൽസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഓവർകം ചെയ്തു. അപ്പോഴും ഞാൻ അങ്ങനെ വിടാതെ ആ ഒരു ആഗ്രഹം മനസ്സിൽ പിടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞാനിവിടെ എത്തി. അതിലൊരുപാട് സന്തോഷം. ഏറെ കഠിന അധ്വാനത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കാനായത്. എല്ലാവരുടെയും സഹകരണം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു. ഈ യാത്രയിൽ എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ഫാമിലി ആണെങ്കിലും അച്ഛൻ, അമ്മ, ഈവൻ കുട്ടി പോലും ഒരുപാട് സപ്പോർട്ടിങ് ആയിരുന്നു. ഹസ്ബൻഡ് ആണെങ്കിലും അതെല്ലാം കാര്യത്തിനും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്. അപ്പോൾ അവിടെയും ഞാൻ ഭയങ്കര ലക്കി ആയിരുന്നു. ഒരുപാട് നല്ല ഡയറക്ടേഴ്സിനെ കിട്ടി. അവരെപ്പോഴും മോട്ടിവേറ്റ് ചെയ്യും പഠിക്കാൻ വേണ്ടി. ജോലി തിരക്കുണ്ടായിരുന്നു. ജോലി തിരക്കിൻ്റെ ഇടയിലും ഞാൻ പഠിക്കാൻ വേണ്ടി അത്യാവശ്യം സമയം കണ്ടെത്തി. അങ്ങനെയാണ് ഈ 2 വട്ടവും എഴുതിയത്. ഒരു ഓഫീസിൻ്റെ ഒരു പൊളിറ്റിക്സോ ഒന്നും എന്നെ ബാധിക്കാതെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ 2-3 ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ ഒരുപാട് ലക്കിയാണ്. ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടി, ഫാമിലിയിൽ നിന്നായാലും പുറത്തുനിന്നായാലും. അതിനാണ് ഞാൻ ഏറ്റവും വലിയ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നത്. അടുത്ത ലക്ഷ്യം IAS ആണ്. ഈ നേട്ടവും താൻ കഠിനാധ്വാനത്തിലൂടെ കൈവരിക്കും. ഒറ്റപ്പാലം തൃശ്ശൂർ കേന്ദ്രീയ വിദ്യാലയത്തിലായിരുന്നു പഠനം. കൊച്ചി അമൃതയിൽ നിന്ന് BDSഉം ഗുജറാത്ത് ഗാന്ധിനഗറിലെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഫോറൻസിക് ഓഡന്റോളജിയും എടുത്തു. നിലവിൽ ഡൽഹി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. K രാഘവന്റെയും KN രജനിയുടെയും മകളാണ് ലക്ഷ്മി. ഭർത്താവ് അരുൺ പുഷ്പരാജൻ. ഏകമകൾ ശിവാനി ലക്ഷ്മി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അനീതികൾക്ക് വിധേയപ്പെടലല്ല, പ്രതികരിക്കലാണ് മനുഷ്യരാശി അനുവർത്തിക്കേണ്ടതെന്ന് പ്രശസ്ത സാഹിത്യകാരൻ വൈശാഖൻ പറഞ്ഞു. പ്രപഞ്ചത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ സംഭവിച്ചത് ചിന്താശക്തി മനുഷ്യന് മാത്രമായതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ടെ ക്യാൻഫെഡ് ഏർപ്പെടുത്തിയ PN പണിക്കർ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു വൈശാഖൻ. നീതിബോധത്തിന്റെ അവകാശം മനുഷ്യരാശിക്കാണെങ്കിൽ നീതികേടിന്റെ ഉത്തരവാദിത്വവും മനുഷ്യ സമൂഹത്തിനാണ്. സമൂഹത്തിന്റെ നിരന്തരമായ ഇടപെടലും പ്രതികരിക്കലും കൊണ്ട് മാത്രമേ ശുദ്ധീകരണ പ്രക്രിയ നടക്കുകയുള്ളൂവെന്നും തുടർന്ന് സംസാരിക്കവേ വൈശാഖൻ പറഞ്ഞു. നക്ഷത്ര സഞ്ചയങ്ങൾ, അതിലെ ഒരു ചെറിയ നക്ഷത്രം മാത്രമാണ് സൂര്യൻ. ആ സൂര്യന് ചുറ്റുന്ന ഗോളങ്ങളിൽ ഒരു ചെറിയ ഗോളമാണ് നമ്മുടെ ഭൂമി. അതിലെ കോടാനുകോടി ജീവജാലങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ഒരു ജീവനാണ് മനുഷ്യൻ എന്നുള്ളത്. ഏറ്റവും ആലോചനാശേഷിയുള്ളത്. അപ്പോൾ ഈ ആലോചനാശേഷിയുള്ള ഈ ജീവിയുടെ ചുമതലയാണ് ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ മറ്റ് ജന്തുജാലങ്ങളും ഒക്കെ സുഖമായി ജീവിക്കാൻ തക്ക പരിസ്ഥിതി ഉണ്ടാക്കണം എന്നുള്ളത്. കാരണം നമ്മുടെ തൊട്ട് താഴെയുള്ള ജീവിയാണ് ചിമ്പാൻസിയും ഒറാങ്ങുട്ടാണ്. പക്ഷേ അവർക്ക് ഇതുപോലെ ഭാവനയോ ഒന്നും പുതിയതായി ഉണ്ടാക്കാനുള്ള കഴിവില്ല. ഭാവന എന്നുള്ളതാണ് മനുഷ്യജീവനെ അല്ലെങ്കിൽ മനുഷ്യരാശിയെ ഇന്നത്തെ സ്ഥിതിയിൽ എത്തിച്ചത്. സങ്കല്പങ്ങളിൽ കൂടെയാണ് നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക്. വിദ്യാഭ്യാസ രംഗത്തെ പുരസ്കാരം നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ PK കൃഷ്ണദാസ്, യോഗ പുരസ്കാരങ്ങൾ ഹരിനാരായണൻ പുലാപ്പറ്റ, ഗ്രീഷ്മ G നായർ, രാധിക K മഞ്ജു കൊല്ലങ്കോട്, ദീപ പ്രേം ഹൈദരാബാദ് എന്നിവരും സ്വീകരിച്ചു. കൃഷ്ണൻ എഴക്കാടിൻ്റെ ബഹ്റൈൻ ഡയറീസ് വൈശാഖൻ പ്രകാശനം ചെയ്തു. ക്യാൻഫെഡിൻ്റെ ആചാര്യസംഗമത്തിൽ സംസ്ഥാന വൈസ് ചെയർമാൻ കിണാവല്ലൂർ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സ്വാമി സ്വരൂപാനന്ദ സരസ്വതി, ജില്ലാ ചെയർമാൻ പാണ്ടിയോട് പ്രഭാകരൻ, ഡോക്ടർ വിജയകുമാർ, A ശിവരാമകൃഷ്ണൻ, അജിത പ്രഭു, കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രോഗദുരിതമനുഭവിക്കുന്നവർക്ക് സാന്ത്വനമേകാനായി തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി SS ഷിനുവിൻ്റെ ദീർഘദൂര ഓട്ടത്തിന് പാലക്കാട്ട് നിന്നും തുടക്കമായി. പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്നും KUWJ സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത ഫ്ലാഗ് ഓഫ് ചെയ്തു. പാലക്കാട്ട് നിന്നും തുടങ്ങിയ ഓട്ടം കോഴിക്കോട് വഴി തിരുവനന്തപുരത്ത് സമാപിക്കും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി SS ഷിനുവിൻ്റെ 16ാമത്തെ ഓട്ടമാണ് പാലക്കാട് പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്നും ശനിയാഴ്ച രാവിലെ തുടക്കമായത്. KUWJ സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത ഫ്ലാഗ് ഓഫ് ചെയ്തു. രോഗദുരിതമനുഭവിക്കുന്നവർക്ക് സ്വാന്തനമേകാനായി ഷിനുവിൻ്റെ ദീർഘദൂര ഓട്ടം.
നവമാധ്യമ പ്രചരണങ്ങൾ ഒഴിവാക്കി ദീർഘദൂരം ഓട്ടത്തിനിടയിൽ കിട്ടുന്ന സംഭാവനകളാണ് ചികിത്സാ ധനസഹായമായി ഷിനു നൽകി വരുന്നത്. പാലക്കാട് നിന്നും ആരംഭിച്ച കോഴിക്കോട് വഴി തിരുവനന്തപുരത്തെ സമാപിക്കും വിധമാണ് ഷിനു ഓട്ടം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് 15 തവണ ഓടിയതിലൂടെ ലഭിച്ച 5.5 കോടി രൂപ 340 രോഗികൾക്ക് സാന്ത്വനമേകാൻ കഴിഞ്ഞതായി ഷിനു പറഞ്ഞു. രോഗികൾക്ക് സാന്ത്വനമേകാനാണ് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം താൻ വീണ്ടും ബൂട്ടണിഞ്ഞത്. ഇത്രയും 18 വർഷം കൊണ്ട് 340ഓളം പേരുടെ ചികിത്സ കേരളത്തിനകത്തുള്ള അത്രയും ദുരിതം അനുഭവിക്കുന്ന അത്രയും കഷ്ടപ്പെടുന്ന രോഗികളുടെ 340 പേരുടെ ചികിത്സ ഇതിനോടകം നടത്തിക്കൊടുക്കാൻ ഈ ഓട്ടത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇത്രയും കാലം എനിക്ക് ചെയ്തുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ജനങ്ങളിൽ നിന്നും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ പ്രയാണം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന വിമാനം അപകടത്തിൽപ്പെട്ടതിനു പിന്നാലെ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങൾ സ്ക്രാപ്പ് വ്യാപാര കേന്ദ്രത്തിലെത്തി. ഓങ്ങല്ലൂരിലെ കാരക്കാടാണ് പല വസ്തുക്കളും പൊളിക്കാനായി എത്തിയിരിക്കുന്നത്. കരിപ്പൂർ വിമാന ദുരന്തത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ ഭാഗങ്ങളാണ് എത്തിയിരിക്കുന്നത്. ആദ്യമായി പഴയ വിമാനം പൊളിക്കാനെത്തിയ കൗതുകത്തിലാണ് പ്രദേശവാസികൾ. ആകാശത്തിലൂടെ പറന്ന് സഞ്ചരിക്കുന്ന വിമാനം യാദൃശ്ചികമായി അപകടത്തിൽപ്പെടുന്നു. പിന്നീടത് ആക്രിയായി മാറുന്നു. ഈയൊരു കാഴ്ചയാണ് ഓങ്ങല്ലൂരിലെ കാരക്കാട് നിന്നും കാണാനായത്. കോവിഡ് താണ്ഡമാടിയ 2027 ഓഗസ്റ്റിനായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് കരിപ്പൂരിൽ വിമാന അപകടമുണ്ടായത്. പറന്നിറങ്ങി റൺവേയിൽ നിന്നും തെന്നി വീണു പിളർന്ന വിമാനമാണ് 6 വർഷത്തിനു ശേഷം പല ഭാഗങ്ങളിലായി ഓങ്ങല്ലൂരിലെ കാരക്കാട് എത്തിയിരിക്കുന്നത്. അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു ലോറികളിൽ കാരക്കാടുള്ള സ്ക്രാപ്പ് വ്യാപാര കേന്ദ്രത്തിൽ എത്തിച്ചിരിക്കുന്നത്. ദുബായിൽ നിന്ന് 184 യാത്രക്കാരും 6 ജീവനക്കാരുമായി കരിപ്പൂരിലെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റൺവേയിൽ നിന്നും തെന്നിമാറി സുരക്ഷാ മേഖലയിലും പിന്നീട് 35 മീറ്ററോളം താഴ്ചയിലേക്കും പതിക്കുകയായിരുന്നു. വിമാനം 3ആയി പിളരുകയും ചെയ്തിരുന്നു. അന്ന് പൈലറ്റും സഹ പൈലറ്റും 19 യാത്രക്കാരും ഉൾപ്പെടെ 21 പേരാണ് അപകടത്തിൽ മരിച്ചത്. 150ഓളം യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി വിമാനത്തിൻ്റെ ചില ഭാഗങ്ങൾ CISF ഡൽഹിയിലേക്ക് കൊണ്ടുപോയിരുന്നു. കൊണ്ടുപോകാത്ത കോക്പിറ്റ് ഉൾപ്പെടെയുള്ള ചില യന്ത്രഭാഗങ്ങളും ടയറുകളും ഉൾപ്പെടെയുള്ള വസ്തുക്കളാണിപ്പോൾ കാരക്കാട്ടെ സ്ക്രാപ്പ് കേന്ദ്രത്തിലെത്തിയിരിക്കുന്നത്. 2 മാസം മുൻപാണ് പ്രദേശത്തെ സ്ക്രാപ്പ് വ്യാപാരി ലേലത്തിലൂടെ വിമാനാവശിഷ്ടങ്ങൾ കൈവശപ്പെടുത്തിയത്. കോഴിക്കോട് നിന്ന് ലോറികളിൽ കൊണ്ടുവന്ന വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ക്രെയിൻ ഉപയോഗിച്ചായിരുന്നു ഇറക്കിയത്. ഇനി സ്ക്രാപ്പാക്കി കയറ്റി അയക്കാനാണ് തീരുമാനം. വിമാന ദുരന്തങ്ങളുടെ ചരിത്രത്തിൽ പ്രധാന സംഭവമായ കരിപ്പൂർ ദുരന്തത്തിൽ അകപ്പെട്ട വിമാനം കാണാൻ പല ഭാഗങ്ങളിൽ നിന്നും ആളുകളും എത്തിച്ചേരുന്നുണ്ട്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം വരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1.5 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. PP സുമോദ് MLA കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. കോട്ടായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ 2025-26 സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1,50,00,000 രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക. ശനിയാഴ്ച രാവിലെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം PP സുമോദ് MLA നിർവഹിച്ചു. സ്വാഭാവികമായും ഈ നാടിൻ്റെ ജനപ്രതിനിധികളെല്ലാം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടിയുള്ള ഒട്ടേറെ ഇടപെടലുകൾ നടത്തി അതെല്ലാം നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ചകളായി ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും കെട്ടിടങ്ങളായാലും റോഡുകളായാലും പാലങ്ങളായാലും ഒക്കെ കാണാൻ സാധിക്കും. എത്രയോ വർഷക്കാലത്തെ പഴക്കമുള്ള ഈ സ്കൂളിന് തുടർച്ചയായി പുരോഗമനം കൊണ്ടുവരിക എന്ന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായി ഇപ്പോൾ 1.5 കോടി രൂപ പ്രത്യേകമായി പ്ലാൻ ഫണ്ടിൻ്റെ ഭാഗമായി വാങ്ങിയെടുക്കുകയും അതിൻ്റെ പ്രവൃത്തി ആരംഭം കുറിക്കുകയും ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ചടങ്ങിലാണ് നമ്മളെല്ലാവരും പങ്കുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രത്യേകമായ ഇടപെടലിൻ്റെ ഭാഗമായി നമുക്ക് കൈവന്ന ഒരു പദ്ധതിയാണ്. ചടങ്ങിൽ കോട്ടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CN സുദേഷ്ണ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MJ ഷമീം പദ്ധതി വിശദീകരണം നടത്തി. ഷീലാദേവി, VR ബാസി, MR ജയരാജ്, വിനുമോൾ, പ്രിൻസിപ്പൽ P മണികണ്ഠൻ, PTA പ്രസിഡന്റ് A സതീഷ്, ഹെഡ്മിസ്ട്രസ് BD ബിന്ദു, രാമൻകുട്ടി, R കേശവൻ, രമേഷ് കുമാർ, അമ്പിളി, V ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഉത്സവപ്പറമ്പുകളിൽ
തണ്ണീർ പന്തലുകൾ ഒരുക്കി പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ കണ്ണൂർ ബാലൻ്റെ മക്കളും രംഗത്ത്. ചുട്ടുപൊള്ളുന്ന കുമ്പച്ചൂടിലും ഉത്സവപ്പറമ്പുകളിൽ ദാഹമാറ്റാൻ സംഭാര വിതരണം ചെയ്ത് മാതൃകയാവാണ് ബാലൻ്റെ 2 മക്കളും. ചുട്ടുപൊള്ളുന്ന കുമ്പച്ചൂടിലും ഉത്സവപ്പറമ്പുകളിൽ ദാഹമാറ്റാൻ സംഭാര വിതരണം ചെയ്ത് മാതൃകയാവുകയാണ് കല്ലൂർ ബാലൻ്റെ മക്കളായ രതീഷ് ബാലനും രാജേഷ് ബാലനും. കൂട്ടിനായി സഹോദരപുത്രൻ സുനിൽകുമാറുമുണ്ട്. ബാലൻ്റെ സ്മരണയ്ക്കാണ് മക്കൾ ഈ പാത പിന്തുടരുന്നത്. മഴക്കാലത്തെ നാടുനീളെ തണൽ വൃക്ഷങ്ങൾ നട്ടുവളർത്തുന്ന ബാലൻ വേനലിൽ ഉത്സവപ്പറമ്പുകളിൽ സൗജന്യമായി സംഭാര വിതരണം നടത്തി വന്നിരുന്നു. ഇവരെ സഹായിക്കാനായി പരിസ്ഥിതി പ്രവർത്തകരായ KK റഹ്മാൻ, PM അപ്പുക്കുട്ടൻ എന്നിവരും കൂടെയുണ്ട്. ഉത്സവം എവിടെയുണ്ടോ അവിടെയെല്ലാം സംഭാര വിതരണം നടത്താനാണ് തീരുമാനമെന്ന് കല്ലൂർ ബാലൻ്റെ മക്കൾ പറഞ്ഞു. രുചികരമായ ഔഷധക്കൂട്ടങ്ങൾ ചേർത്താണ് ജൈവ രീതിയിൽ തയ്യാറാക്കിയ സംഭാര വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ചിനക്കത്തൂർ പൂരത്തിനും ആയിരക്കണക്കിന് ആളുകൾക്ക് സംഭാരം നൽകിയിരുന്നു. മലപ്പുറത്തെ പ്രകൃതി സ്നേഹി കല്ലൂർ ബാലന് സമ്മാനിച്ച ജീപ്പിലാണ് സംഭാരവുമായി ഉത്സവ പറമ്പിലുകളെത്തുന്നത്. കഴിഞ്ഞ കല്ലൂർ കല്ലമ്പക്ക ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ദേശവേല മഹോത്സവത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് സംഭാരം നൽകാനായത്. വിതരണോദ്ഘാടനം സാമൂഹ്യ പ്രവർത്തക R കൃഷ്ണകുമാരി നിർവഹിച്ചിരുന്നു. സംഭാരവുമായി ബന്ധപ്പെട്ട് നല്ല പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇങ്ങനെ ചൂടിൽ വേല കാണാൻ വരുന്ന ആൾക്കാർക്ക് സംഭാരം കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഐ അപ്രീഷിയേറ്റ്. കല്ലൂർ ബാലേട്ടൻ്റെ സ്മരണയ്ക്കായിട്ട് സൗജന്യ ജൈവ സംഭാര വിതരണം കല്ലമ്പക്കാവ് വേല മഹോത്സവവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ കനത്ത ചൂടിലും മറ്റുമൊക്കെ വേല ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്ക് സംഭാര വിതരണം വളരെ നല്ലൊരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കടയുടമ മരിച്ചു. ലക്കിടി മിത്രാനന്തപുരം കൊട്ടാലിക്കൽ വീട്ടിൽ 67 വയസ്സുള്ള ശങ്കരനാരായണന് മരിച്ചത്. ഇക്കഴിഞ്ഞ 22-നായിരുന്നു വാഹനമിടിച്ച് ഇദ്ദേഹത്തിന് പരിക്കേറ്റത്. ലക്കിടി മിത്രാനന്തപുരം കോട്ടാലിക്കൽ വീട്ടിൽ 67 വയസ്സുള്ള ശങ്കരനാരായണന് മരിച്ചത്. കഴിഞ്ഞ മാസം 22-ന് കടയടച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് എതിരെ വന്ന ബൈക്കിടിച്ച് സാരമായി പരിക്കേറ്റത്. ആദ്യം കണ്ണിയമ്പുറത്തും പിന്നീട് പെരിന്തൽമണ്ണ, കോഴിക്കോട് സ്വകാര്യ ആശുപത്രികളിലും ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് മരണം. കാലങ്ങളായി മിത്രാനന്തപുരം വളവിൽ കട നടത്തി വരികയായിരുന്നു ഇദ്ദേഹം. ഭാര്യ ലീല, മക്കൾ സിന്ധു, സജീഷ്, ദിവ്യ, മരുമക്കൾ മണികണ്ഠൻ, മിഥില, പ്രകാശൻ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മകര കല്ലൂർ കല്ലമ്പക്ക ഭഗവതി ക്ഷേത്രത്തിലെ ദേശവേല മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിലെ ആഘോഷങ്ങൾ രാത്രിയോടുകൂടി ക്ഷേത്രത്തിൽ സംഗമിച്ചു. മങ്കര കല്ലൂർ കല്ലമ്പക്ക ഭഗവതി ക്ഷേത്രത്തിലെ ദേശവേല മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, തുടർന്ന് മേളത്തോടുകൂടിയുള്ള ഉച്ചപൂജയുമുണ്ടായി. വൈകിട്ട് കൊട്ടിങ്ങൽ അയ്യപ്പക്ഷേത്രത്തിൽ നിന്നും ആന, പണ്ടാതിരക്കുതിര, പഞ്ചവാദ്യം, പൂതന്തിറ, വിവിധ വേഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വേല കല്ലൂർ കല്ലമ്പക്ക ക്ഷേത്രത്തിലെത്തി. വൈകിട്ട് കല്ലൂർ ഉണ്ണികൃഷ്ണൻ സംഘവും അവതരിപ്പിച്ച പാണ്ടിമേളം ഉണ്ടായിരുന്നു. പിന്നീട് ദേവസ്വം വേല കാവുകയറിയതോടെ മറ്റ് 7 ആഘോഷ കമ്മിറ്റികളുടെ വേലകളും കാവുകയറി. രാത്രി 10:30 മാസ്റ്റർ വിഷ്ണു ജയൻ അവതരിപ്പിച്ച തായമ്പക, ശനിയാഴ്ച പുലർച്ചെ താലം ചൊരിയൽ, പാണ്ടിമേളം എന്നിവയോടെ ആഘോഷത്തിന് പരിസമാപ്തിയായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ നാഷണൽ ഹൈവേയിലെ വേഗപരിധി 90 കിലോമീറ്ററിൽ നിന്ന് 100 കിലോമീറ്ററായി ഉയർത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ. ഇതിനായി ഉത്തരവിറക്കാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ പുതിയ ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നും ഗണേഷ് കുമാർ. നഗരകാഴ്ചകളും ആകാശവും കണ്ടാസ്വദിച്ച് ഇനി തൃശൂർ സുവോളജിക്കൽ പാർക്കിലെത്താം. പാർക്കിലേക്കുള്ള ഡബിൾ ഡക്കർ ബസിന്റെ ഫ്ലാഗ് ഓഫ് മന്ത്രിമാരായ K രാജനും KB ഗണേഷ് കുമാറും നിർവഹിച്ചു. ജന്തുശാസ്ത്രത്തിൽ ഗവേഷണം നടത്താനുതകുന്ന പഠന കേന്ദ്രം കൂടിയായി സുവോളജിക്കൽ പാർക്ക് മാറണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. സുവോളജിക്കൽ പാർക്കിൽ മൃഗങ്ങളുടെ എണ്ണത്തിനല്ല പ്രാധാന്യം, ഇത് അസാമാന്യമായ ഒരു പ്രകൃതി പഠനശാലയാണെന്ന് മന്ത്രി K രാജൻ.
രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് സ്വാതന്ത്ര്യമേകാൻ നെയ്യാറ്റൻകര സ്വദേശി SS ഷിനു ദീർഘദൂര ഓട്ടത്തിനായി വീണ്ടും ബൂട്ടണിഞ്ഞു. കോഴിക്കോട് വഴി തിരുവനന്തപുരത്തെ സമാപിക്കുന്ന ഓട്ടം ആരംഭിച്ചത് പാലക്കാട്ട് നിന്ന്. ഓട്ടത്തിനിടയിൽ കിട്ടുന്ന സംഭാവനകൾ ചികിത്സാ സഹായമായി നൽകും. ഇതിനു മുൻപ് 15 തവണകളായി ഓടിയതിലൂടെ ലഭിച്ച 5,340 രോഗികൾക്ക് സ്വാതന്ത്ര്യമേകാനായി. തിളക്കമാർന്ന നേട്ടത്തിൽ ഷൊർണൂർ സ്വദേശിനിയും. സിവിൽ സർവീസ് പരീക്ഷയിൽ 376 റാങ്ക് നേടിയ കാരമണ്ണ വീട്ടിൽ ഡോക്ടർ KR ലക്ഷ്മി നാടിൻ്റെ അഭിമാനമായി. അടുത്ത ലക്ഷ്യം IAS. റാങ്ക് ലഭിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ഡോക്ടർ KR ലക്ഷ്മി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.